ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്ഥലത്ത് പോവുകയാണ്. എവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ ആറന്മുള വെള്ളസദ്യ കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ ആറന്മുള വെള്ളസദ്യയെന്ന്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കാനും കാണാനും ഒക്കെ പോകുന്നത്. വഞ്ചിപ്പാട്ടും എല്ലാം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളെ കുടുംബത്തിലെല്ലാവരും ഉണ്ട് ഗൈസ്. ഇപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇന്ന് അത്തം തുടങ്ങിയുണ്ട്. ഞാൻ അമ്മേനെ വിളിച്ചുകൊണ്ട് അത്തയിടാൻ വേണ്ടി അമ്മേനെ ഉറങ്ങി അമ്മേനെ വിളിച്ചുകൊണ്ടാണ് ഞാൻ കുളിച്ചായിരുന്നു. എന്നിട്ട് ഞാനാണെങ്കിൽ ഒരു ഊളൻ്റെ തുണിയാണ് എടുത്തിട്ടത്, ഹുഡിയുള്ളതാണ്. അമ്മേനെ കൊണ്ടായിരുന്നു ഗൈസ് എല്ലാ പൂവും ഞാൻ പിച്ചിപ്പിച്ചത്. എന്നിട്ട് ഞാനാണെങ്കിൽ കുറച്ച് പൂവൊക്കെ വെച്ചു. ഇത് ഓറഞ്ച് പൂവാണ് ഗൈസ്, നമ്മളെ വീട്ടിൽ ശരിക്കും ഉണ്ട്. ഇത് കണ്ടോ, ഞാൻ ഇങ്ങനെ എങ്ങനെയൊക്കെ കുറേ വെച്ച് കൊടുക്കുന്നത്. ഞാനാണെങ്കിൽ ഒരു സ്റ്റൈലിലൊന്നുമല്ല ഇടുന്നത്, ചുമ്മാ കിട്ടുന്ന രീതിക്ക്. എന്നിട്ട് ഞാനാണെങ്കിൽ നടുക്കും ഒരു മഞ്ഞപ്പൂവും വെച്ച്, പിന്നെ ബൊഗെയിൻവില്ല ഉണ്ടല്ലോ അത് വെച്ചു, പിന്നെ കുറേ പൂവൊക്കെ വെച്ചു. അതിനുശേഷം ഞാൻ ചുമ്മാ ഒന്നുമില്ലാതെ ഞാൻ ഒതുക്കി കൊടുത്തു. അതിൻ്റെ മണ്ടയിൽ കൂടെ ഞാനാണെങ്കിൽ ഒരു ചന്ദനത്തിരിയും കൂടെ കുത്തി വെച്ചായിരുന്നു. യെസ്, ചുമ്മാ ഒരു രസത്തിന് വേണ്ടി കുത്തി വെച്ചു. കണ്ടോ, ഞാനാണെങ്കിൽ ഇവിടെയൊക്കെ ചന്ദനത്തിൻ്റെ പുകയൊക്കെ ഉണ്ട് ഗൈസ്. കണ്ടോ, ഇതാണ് ഗൈസ് എൻ്റെ അത്താൻ കൊള്ളാൻ എന്ന് കമൻറ്റ് ചെയ്യണേ. എന്നുവെച്ചാൽ ഞാൻ റെഡി ആയിട്ട് വന്നു. അതിന് മുമ്പ് ഞാൻ ആഹാരം കഴിച്ചായിരുന്നു. ഞാൻ സൺസ്ക്രീം ഇട്ടു, ഞാൻ പോൺസിൻ്റെ ക്രീം ഇട്ടു, കണ്ണ് വരച്ചു, പൊട്ടു ഇട്ട് കൊടുത്തു. ആ ഉടുപ്പ് തന്നെയാണ് ഞാൻ ഇടുന്നത്. എന്തിനാണോ എന്തോ സൺസ്ക്രീം ഇട്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫുള്ള് മഴയാണ്, കറണ്ടും പോയിരിക്കുന്നു. നമ്മൾ കാറിൽ നമ്മൾ ഇവിടുത്തെ മുകളിലത്തെ ജംഗ്ഷനിലോട്ട് വന്നു. ഇവിടെയാണ് ബസ് വരുന്നത്. ബസ്സും കാത്ത് നമ്മൾ നിൽക്കുകയാണ്. നമ്മൾ വേറെ എവിടെ പോകണ്ട്. നമ്മൾ ബസ്സിലോട്ട് കയറി ട്രാവലർ എൻ്റെ കേസ് ബുക്ക് ചെയ്തത്. കണ്ടു, ഇതിൻ്റെ അത് ഇതേപോലെ ഒരു ഡിസൈനുണ്ട്. അത് നല്ല രസമുണ്ടായിരുന്നു, എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. കണ്ടോ, എല്ലാവരും കയറുന്നതിൻ്റെ തിരക്കിലാണ്. ഓക്കെ, നമ്മൾ വണ്ടിയിലോട്ടൊക്കെ കയറി. ഇതാണ് കേട്ടോ എൻ്റെ കുഞ്ഞ് അമ്മു എന്ന് പറഞ്ഞ വീട്. കുഞ്ഞ് ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. മിക്കു അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇത് അദ്ദുവാണ് കേട്ടോ, ഒരു ചട്ടമ്പിക്കുട്ടനാണ്. ഹായ് കാണിക്കാൻ പറയുമ്പോൾ അവൻ യോയൊക്കെ കാണിച്ചിട്ട് പോയി ബാക്കിലോട്ട്. ഇത് അപ്പുവാണ്, അവൾ ഹായ് കാണിച്ചിട്ട് ബാക്കിലോട്ട് പോയി. ഇത് ആമിയാണ് കേട്ടോ, അവൾ ഹായ് ഒന്നും കാണിച്ചില്ല. ഇതെൻ്റെ അപ്പയാണ്, ചിന്നുപ്പ എന്നാണ് പേര്, ചിന്നു എന്നാണ് പേര്, ചിന്നുപ്പ എന്ന് വിളിക്കും. അപ്പയെ ഹായ് കാണിച്ചു. അതിനുശേഷം മിക്കു ആണെങ്കിൽ അവൾക്ക് ഉറക്കം വരുന്നത്. നമ്മൾ അമ്മേനെ വണ്ടിയിലോട്ട് കിടന്നു. പിന്നെ നമ്മൾ ബാക്ക് സീറ്റിലോട്ട് ഞാൻ പോയി. അതിന് കുറച്ച് നേരം ഇരുന്ന് ഞാൻ ഫ്രണ്ടിൽ പോയി കിടന്ന് ഉറങ്ങി. അതിനുശേഷം നമ്മളിപ്പം കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലാണ് വന്നിരിക്കുന്നത്. ഉറങ്ങി എണീറ്റപ്പോഴാണ് നമ്മൾ വന്നത്. അപ്പോൾ ഉറങ്ങിയപ്പോഴത്തേക്കും കുറേ പേര് വന്നു. അതൊന്നും വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പം സമയം ഒരു 6:21 ആയിട്ടുണ്ടാവും. ഞാൻ അമ്പലത്തിൽ തൊഴുത് ഇറങ്ങി. ഇത് നമ്മളെ ടൂർ കോർഡിനേറ്ററാണ്, ചിത്തിരാമ്മ എന്നാണ് ഞാൻ വിളിക്കാറ്. ചിത്തിരാമ്മ ടൂർ കോർഡിനേറ്റർ. പിന്നെ ഞാനാണെങ്കിൽ കുളത്തിൻ്റെ അവിടോട്ട് പോയി. നല്ല വലിയൊരു കുളമായിരുന്നു. നമ്മളവിടെ നിന്ന് ഉണ്ണിയപ്പമൊക്കെ മേടിച്ചു അമ്പലത്തിൽ നിന്ന്. നല്ല ഉണ്ണിയപ്പമായിരുന്നു, കുറച്ചൊക്കെ കഴിച്ചു. ശേഷം നമ്മൾ ബസ്സിൻ്റെ ഫ്രണ്ടിൽ പോയി എല്ലാവരെയും കാണിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൈ കയറി മറയുന്നുണ്ടായിരുന്നു. നമ്മളിതാ പോയി അമ്മമാരൊക്കെ ഹായ് കാണിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഡ്രൈവർ അങ്കിൾ പാട്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടോ ഗസ്. പിന്നെ നമ്മളാണെങ്കിൽ തൃച്ചാറ്റ് അമ്പലത്തിലാണ് പോകുന്നത്. പഞ്ചപാണ്ഡവരിൽ ഒന്നാമനായ യുധിഷ്ഠിരൻ നിർമ്മിച്ച ക്ഷേത്രമാണ് ഗസ് തൃച്ചാറ്റ്. പിന്നെ നമ്മളാണെങ്കിൽ പോകുന്ന വഴിക്ക് വടയൊക്കെ കഴിക്കാൻ വേണ്ടി നിർത്തി. ഇവിടെ ആയിട്ടൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, വടയും ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളാണെങ്കിൽ ബസ്സിൽ കിടന്ന് ഡാൻസൊക്കെ കളിച്ച് ഞാനൊക്കെ എന്തൊക്കെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. തനു ഒപ്പയൊക്കെ അവിടെ എന്തൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ കുറേ നേരം ഡാൻസ് കളിച്ചു. അതിനുശേഷം നമ്മൾ തൃച്ചാറ്റ് അമ്പലത്തിലോട്ട് പോയി. അവിടെ നല്ല രസമായിരുന്നു. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു തൃച്ചാറ്റ് അമ്പലത്തിൽ നിന്ന്. എന്നിട്ട് തൃച്ചാറ്റ് അമ്പലത്തിൻ്റെ കുളമാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ ഭീമസേനെ പ്രതിഷ്ഠിച്ച തൃപ്പുലിയാർ മഹാവിഷ്ണു ക്ഷേത്രത്തിലോട്ട് പോയി. അവിടെ ഭയങ്കര മഴയായിരുന്നു. ഞാൻ പാവാട ഉടുപ്പായിരുന്നു ഇട്ടിരുന്നത്, അതുകൊണ്ട് ഞാൻ പാവാട ഉടുപ്പ് ഇട്ടപ്പോഴാണ് ഇത് വന്നത്. ഈ അമ്പലത്തിൽ വെച്ച് മിസ്സായിപ്പോയി ഗൈസ്. ഇവിടെ വെച്ച് ഈ വീഡിയോ നിർത്തിയാണ്. ഇതിൻ്റെ പാർട്ട് 2 ഇനി വരുന്നതായിരിക്കും. ആറന്മുള വെള്ളസദ്യയിലേക്ക് പാർട്ട് 2 ഇനി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.